നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം BJP നേതൃത്വത്തിൽ പടപ്പുറപ്പാടുണ്ടാവുകയാണ്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ BJP നേതൃത്വവുമായി കലഹത്തിലാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ കൃത്യമായി പറയുന്നു, തൻ്റെ അനുയായികൾക്കും തൻ്റെ അനുകൂലികളായിട്ടുള്ള നിരവധി പേർക്കും വലിയ പ്രാതിനിധ്യം കൊടുക്കാമെന്ന് പറഞ്ഞാണ് BJPയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ നാളിതുവരെയായി അവരെ അവഗണിക്കുന്നതല്ലാതെ കാര്യമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. മോഹൻ യാദവിനെതിരെയുള്ള പരാമർശങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ അദ്ദേഹം മടിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ BJP നേതൃത്വവുമായി വലിയ പടപ്പുറപ്പാടിലാണ് എന്നുള്ളത് നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിലവിൽ നമുക്കറിയാം BJPക്ക് വലിയ മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ നിലനിൽക്കുകയാണ്. പക്ഷേ മധ്യപ്രദേശ് എന്ന സ്റ്റേറ്റ് ഗുജറാത്ത് പോലെ തന്നെ BJPയുടെ ശക്തി ദുർഗമായി കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. അവർക്ക് മറ്റ് ഏത് സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നതിനേക്കാൾ വളരെ നാളുകൾ മുമ്പ് തന്നെ ഗുജറാത്തിന് ശേഷം അവർ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായി കാണുന്ന മധ്യപ്രദേശിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. 2018 മധ്യപ്രദേശിൽ അധികാരം നഷ്ടപ്പെട്ട സാഹചര്യം നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം. അന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ളവർ ക്യാമ്പയിൻ ചെയ്താണ് യുവാക്കളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അവിടെ ഭൂരിപക്ഷം പിടിച്ചെടുത്തത്. ദിഗ്വിജയ് സിംഗ് പരാജയപ്പെട്ടെടുത്താണ് ജ്യോതിരാദിത്യ സിന്ധ്യ ബഹുഭൂരിപക്ഷം മുന്നേറ്റം നടത്തിയത് എന്നുള്ളത് ഓർക്കാം. അവരുടെ ശക്തി ദുർഗമായിട്ടുള്ള മേഖലകൾ BJPയിലേക്ക് എത്താനുള്ള കാരണം തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടതിൻ്റെ സാഹചര്യത്തിലാണ്. ഇപ്പോഴിതാ കണക്കൂട്ടലുകൾ പ്രകാരം ജ്യോതിരാദിത്യ സിന്ധ്യയെ സംബന്ധിച്ചിടത്തോളം 2/3 ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ താൻ കോൺഗ്രസിലേക്ക് മാറിയാൽ മതി, അതാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് പരോക്ഷമായി തന്നെ പറയുന്നത് മോഹൻ യാദവിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ വേഴ്സസ് മോഹൻ യാദവ് എന്ന രീതിയിലേക്ക് മധ്യപ്രദേശിൻ്റെ ഈറ്റില്ല മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഥവാ മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏറെക്കാലമായി ഇരു മുന്നണികൾ, അതായത് കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മധ്യപ്രദേശിൽ സ്പേസ് ഇല്ല. അവിടേക്ക് CJPയും വിവിധ സംഘടനകളും കൃത്യമായി എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ആം ആദ്മി പാർട്ടിയെ പോലും അടുപ്പിക്കാത്ത മധ്യപ്രദേശ് CJPയുടെ സമരങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. CJPയുടെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ പതിച്ചത് ബീഹാറിലെയും മധ്യപ്രദേശിലെയും അതുപോലെ തന്നെ പിന്നാക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളിലെയും യൂത്തിനെയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല.